നമ്മുടെ ഓമന നേതാവ് ധീരതയോടെ മരിച്ചോളൂ. മതി 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 നിർത്ത്. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ജംഗ്ഷനിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ 3 നോട്ടുമാല എന്റെ കഴുത്തിലിടാൻ വേണ്ടിയിട്ട് 3 നോട്ടുമാല നിങ്ങളുടെ കയ്യിൽ ഞാൻ തന്നിരുന്നു. 1 നോട്ടുമാല എന്റെ കഴുത്തിലിട്ടുള്ളൂ, ബാക്കി 2 മിസ്സിംഗ് ആണ്. ഓരോ മാലയിലും 2000 രൂപ വെച്ച് ഞാൻ കൊരുത്തിട്ടിരുന്നു. അത് എന്റെ കാശാണ്. ആ മുഖ്യവനെയൊക്കെ ഞാൻ പൊക്കും കേട്ടോ. ഇപ്പൊ തൽക്കാലം ഒരു ആളുടെ വീട്ടിലെത്തിയേക്കാണ്. മിണ്ടണ്ട. ചേച്ചിയേ ചേച്ചിയേ ചേട്ടോ ഓ നിങ്ങൾ പറഞ്ഞേ നമസ്കാരം. ഓ ഇത് ആരൊക്കെയാ ഇത്? അയ്യോ നമ്മളെ മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നു. അയ്യോ മനസ്സിലാവാത്തോണ്ടൊന്നുമല്ല, ഞാൻ എങ്ങനെ എപ്പോഴും പറയുന്ന പോലെ ഒരു ഭംഗി വാക്ക് പറഞ്ഞേ. വാക്ക് പറഞ്ഞതാണോ ചേച്ചി? അല്ല 5 കൊല്ലത്തിന് മുമ്പ് ഇതേപോലെ വന്നിട്ട് പോയതാണല്ലോ, പിന്നെ ഈ വഴിക്കൊന്നും കണ്ടിട്ടില്ല. ഇപ്പോഴെങ്കിലും വരാൻ പറ്റിയതിന് ദൈവത്തിനോട് നന്ദി പറ. തിരക്കോട് തിരക്കായിരുന്നില്ലേ? പക്ഷെ ഞാൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ എന്താണ്, ഞാൻ മാറ്റങ്ങൾ കൊണ്ടുവന്നില്ലേ? പിന്നെ ഭയങ്കര മാറ്റമല്ലേ. അന്ന് വന്നതിനേക്കാളും കുറച്ച് തടി കൂടിയിട്ടുണ്ട്, കുറച്ച് മുടി നരച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് കുറച്ച് മുടി പോയിട്ടുണ്ട്. ഭയങ്കര മാറ്റം. നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്, പക്ഷെ പഞ്ചായത്തിനൊരു മാറ്റവും വന്നിട്ടില്ല. ഒരു സമൂഹം നന്നാവണമെങ്കിൽ ആദ്യം വ്യക്തി നന്നാവണം. ഞാനിപ്പോ നന്നായില്ലേ, ഇനി പതുക്കെ സമൂഹം നന്നായിക്കോളും. അയ്യോ ആയിക്കോട്ടെ. അല്ല കഴിഞ്ഞ പ്രാവശ്യം ഏത് വാർഡിൽ നിന്നാണ് ജയിച്ചത്? ഏത് വാർഡാടാ? 16 തോന്നുന്നു. അതെന്നെ നിന്റെ 16 അടിയും തെരഞ്ഞു. അല്ല ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ ഓരോ പിന്നെ ചേച്ചി മൺവെട്ടിക്ക് കുത്തണം. തന്നെ കാണുമ്പോഴേ തന്നെ മൺവെട്ടിക്ക് കുത്തണമെന്ന് ഞാൻ എന്നെ കുത്തണമെന്നല്ല, എന്റെ ചിന്തമാണ് മൺവെട്ടി. ആ മൺവെട്ടിയിലേക്ക് ചേച്ചിയുടെ വോട്ടവകാശം രേഖപ്പെടുത്തണമെന്നാ പറഞ്ഞത്. അത് മാത്രമല്ല, പഴയ പാർട്ടിയല്ല, നമ്മുടെ ഇപ്പൊ പുതിയ പാർട്ടി JDF. അതെന്താ നിങ്ങൾ പാർട്ടി മാറിയത്? പഴയ പാർട്ടിയിൽ എനിക്ക് സീറ്റ് തന്നില്ല, പിന്നെ നമ്മൾ അവിടെ നിൽക്കേണ്ട കാര്യമുണ്ടാ. ഞാൻ മറുകണ്ഠം ചാടിയില്ല, ഇപ്പൊ JDF-ലാണ് മത്സരിക്കുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാം. എന്തുണ്ടെങ്കിലും പരിഹാരം ഉണ്ടാക്കാലോ.